അപ്പോൾ ഫ്രണ്ട്സ് ഇതുണ്ടോ നല്ല സൂപ്പറായിട്ട് ഇട്ടിരുന്നുണ്ടോ. എല്ലാ വീട്ടിലും ഇതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പുല്ല് ഒരുപാട് വളർത്താനൊന്നും പാടില്ല. ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടർഫ് ഫുട്ബോൾ കളിക്കുന്ന ടർഫിൻ്റെ മാതിരിയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ എന്നോട് ചാറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോബ് കിട്ടാൻ ഇതുണ്ടോ. ഒരു പയ്യൻ എന്നോട് ചോദിച്ചു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളില്ലെങ്കിലും ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഇന്ന് വന്നിരിക്കുന്ന ഒരു പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞൊരു വിശേഷം ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. അപ്പോൾ എനിക്കിന്ന് ലൈസൻസ് കിട്ടി കേട്ടോ, ഫുൾ ലൈസൻസ് കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഒരു ഉപകാരപ്രദമാവും, പുതിയതായിട്ട് വരുന്നവർക്ക്. ഞാൻ വെസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആ റൂട്ട് മാപ്പ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല റൂട്ടിലാണ് കേട്ടോ അവർ ഓടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഇൻസ്ട്രക്ടറും ഓരോ വഴിയിലൂടെയാണ് ഓടിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ റൂട്ട് എടുത്തെങ്കിലും റൂട്ടിൽ കൂടെയൊക്കെ ഓടിച്ചു നോക്കിയെങ്കിലും ചില സമയത്ത് ആ റൂട്ടിൽ കൂടെ കയറി വരുന്നുണ്ട്. പിന്നെ സ്പീഡ് ലിമിറ്റ് കറക്റ്റ് കാര്യങ്ങൾ അതൊക്കെ നോക്കണമെന്നുള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോഴും നോക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. എൻ്റെ ഫസ്റ്റ് ഫെയിലിൽ ബ്ലൈൻഡ് സ്പോട്ടൊന്നും നോക്കാണ്ട് പോയാലാണ് ഫെയിലായിപ്പോയത്. ക്യാമറയും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കൊണ്ട് ചിലപ്പോൾ ഈ ഫെയിലാവാനും സാധ്യതയുണ്ട്. എന്നാലും ഒരു 3 times ഒക്കെ എടുക്കുമ്പോഴേക്കും അവർ എന്തായാലും പാസ്സാക്കി വിടും. പക്ഷേ ഒരുപാട് ഫെയിൽ കാണിക്കാണ്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ. ഒരു സ്പീഡ് ലിമിറ്റ് ഭയങ്കര പ്രശ്നമാണ്. സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കണം. കുറഞ്ഞ സ്പീഡിൽ നമുക്കിപ്പോൾ 50 പോകേണ്ട സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ 30 പോയി കഴിഞ്ഞാൽ അവർ ഫെയിലാക്കി കളയും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ ആദ്യമേ തന്നെ ഒരു സ്ലിപ്പിലാണ് നമുക്ക് അത് എഴുതി തരുന്നത്. കുറച്ച് നാളത്തേക്ക് ആ സ്ലിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. 20 daysനുള്ളിൽ നമുക്കത് നമ്മുടെ ഒറിജിനൽ ലൈസൻസ് ആയിട്ട് കാർഡ് ഇതിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത് കൊറിയറായിട്ട് അവർ അയച്ചു തരും കേട്ടോ. അത് കിട്ടിയില്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നൊരു എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി ഭയങ്കര നിർബന്ധമാണ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു ജോബ് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് ലൈസൻസ്. അപ്പോൾ ആ ലൈസൻസിൻ്റെ പേപ്പറിൻ്റെ ഒരു ഇതൊക്കെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് തരുന്നത് അവർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ലൈസൻസിൻ്റെ കാർഡ് തരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. പിന്നെ നിങ്ങൾ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചും കണ്ടു. കുറേ ആൾക്കാർ കുറച്ച് 2 പേര് എന്നോട് എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ എന്നോട് ചാറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോബ് കിട്ടാൻ ഇതുണ്ടോ. ഒരു പയ്യൻ എന്നോട് ചോദിച്ചു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ പഠിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഇത് അനുസരിച്ച് എന്നോട് പറഞ്ഞ് ജോബിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് അറിയില്ല. പക്ഷേ എൻ്റെ നൈബർ ഒരു പയ്യനും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 year കോഴ്സ് എടുത്തിട്ടാണ് ഈ പയ്യൻ വരുന്നത്. അപ്പോൾ 1 year കോഴ്സ് കഴിഞ്ഞിട്ട് 1 year സ്റ്റേ ബാക്ക് ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ നിങ്ങൾ വരിക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year സ്റ്റേ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല പെട്ടെന്നൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്ത് ജോലിക്കും കയറാലോ എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് PR-ന് അത് കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച ആ ഫീൽഡിൽ തന്നെ നമ്മൾ ജോബ് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ ഈ PR. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വരണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വന്നിട്ട് പെട്ടുപോകരുത്. ഒരുപാട് പേര് ഇവിടെ പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോബ്ലെസ് ആൾക്കാരാണ്. നമ്മളും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് എന്ന് പറഞ്ഞാൽ ജോബിനും സെക്യൂരിറ്റി ഒന്നും ഇപ്പോൾ ഇല്ല. ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല. നമ്മൾക്ക് നാളെ പോകണമെന്ന് പറഞ്ഞാൽ പുറത്ത് പോകേണ്ട വരും. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരുപാട് പേർക്ക് ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. IT ഫീൽഡിൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേഴ്സിങ്ങിനാണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണിപ്പോൾ. പക്ഷേ എൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ തരാണ്. ഈ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം മാറ്റങ്ങൾ വരും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ആ ഒരു ഹോപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. ജനുവരി ഫെബ്രുവരി ടൈമിൽ ഏകദേശം മാറ്റങ്ങൾ വരാം എന്നാണ്. ഇപ്പോഴും ഒരു റിസഷനിൽ കൂടി തന്നെയാണ് ന്യൂസിലാൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചും കണ്ടും തീരുമാനിച്ചൊക്കെ ഇങ്ങോട്ട് പുറപ്പെടുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വിസ എടുത്താൽ നേരെ കയറി പോരെ, വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ താമസിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ താമസ സൗകര്യങ്ങൾ നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇതിലാണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും ആണ്. ഇപ്പോൾ യൂണിറ്റെക് എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു
ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്. അപ്പോൾ ആ യൂണിറ്റേക്ക് തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ ചിലപ്പോൾ കൺസൾട്ടൻസി അവർക്ക് നിങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ തരുമായിരിക്കും. അപ്പോൾ അതിലും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ആദ്യം അവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ ചിലവിൽ നിങ്ങൾ വേണമെങ്കിൽ യൂണിറ്റെക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് ക്യാമ്പസിലേക്ക് മാറാം. നല്ല അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. അതെനിക്ക് തോന്നുന്ന ചീപ്പ് റേറ്റിന് കിട്ടും. ഒരു $150 മറ്റേതൊക്കെയാണ് നിങ്ങൾക്ക് $250 ഇതിലും മുകളിലേക്കാണ്. ഇപ്പോൾ ഈ റേഞ്ചിലാണ് വേറെ വീടുകളിൽ ഒരു ചെറിയ സിംഗിൾ റൂമൊക്കെ കിട്ടാൻ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഹസ്ബൻഡായിട്ട് വരുന്നവർ ഇപ്പോൾ ഈ നമ്മൾ IT ഫീൽഡൊക്കെ കളഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പെട്ടെന്ന് കയറി പോരുത്. ആദ്യം തന്നെ പഠിക്കാനാണ് ആരെങ്കിലും വിടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം വൈഫിനെ വിട്ടിട്ട് അത്യാവശ്യം പുള്ളിക്കാരി സെറ്റിലായി കഴിഞ്ഞാൽ ഏകദേശം പഠിത്തം കഴിഞ്ഞിട്ട് വരികയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത് ഞാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പാടാണ്. ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. എന്നു വെച്ചാൽ നമ്മൾ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ന്യൂസിലാൻഡിലേക്ക് ഇത് ചെയ്യുക. പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് വിഷയങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് അവരുടെ കൾച്ചറിനെയൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത രീതിയിൽ പോകും. ഞാനിവിടെ വന്നിട്ട് പഠിച്ച ഡ്രൈവിങ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ആണെങ്കിലും നമ്മളൊരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഒരു കാര്യത്തിലും ധൃതി കാണിക്കുകയോ അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലോ നമ്മൾ റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു നാടല്ല ഇത് വേറൊരു കൾച്ചറാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നോർത്ത് സൈഡിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഈ റോഡിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കുകയാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് ജോബ് കിട്ടാതെ വരികയാണ്. ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കാനഡ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയും ഇങ്ങനെ ഖാലിസ്ഥാൻ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നിൽക്കുന്നു. അവർ വിചാരിച്ചിരിക്കുന്ന മിക്കവാറും ഇന്ത്യൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഖാലിസ്ഥാനും എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പം നമ്മൾ നോർത്തിലാണോ സൗത്തിലാണോ എന്നും ഈ ന്യൂസിലാൻഡുകാർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് നിങ്ങൾ കയറിപ്പോരുക കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ അവരുടെ കൾച്ചറിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. അല്ലാണ്ട് നമ്മുടെ കൾച്ചറും ഇതാണ് റോഡിൽ കുപ്പി വലിച്ചു ഇടുക. ഇപ്പോൾ ഞാൻ ബൂംബാങ്ങിനെയൊക്കെ വീഡിയോ കണ്ടു. പുള്ളി 2-3 പ്രാവശ്യം ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ റമ്മിൻ്റെ ബോട്ടിൽ റോഡിൽ കിടക്കണുണ്ട്. നമ്മുടെ പുള്ളി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്, അങ്ങനത്തെ സാധനങ്ങൾ അടിക്കുന്ന ഇന്ത്യക്കാരാണ്. അപ്പോൾ അത് വെറുതെ ഇട്ടേക്കാണ് റോഡിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മുടെ ക്ലീൻ നീറ്റായിട്ടുള്ള ഒരു കൺട്രിയാണിത്. അപ്പോൾ അതിനൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം നമ്മളുടെ ഫ്രണ്ടിലുള്ള പുല്ല് വരെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി നിർത്തണം, അല്ലെങ്കിൽ അതിന് ഫൈനാണ് ഇവിടെ. പിന്നെ ഇവിടെ വേറൊരു അപ്ഡേറ്റും കൂടെ ഞാൻ തരാനുള്ളത്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ട് ഞാൻ എന്തായാലും സംസാരിക്കാം. നല്ല ഒരു സ്ഥലങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കങ്ങ് പോകാം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിരിക്കുന്നത് എറിക് അമുഷ്ര കോസ്റ്റൽ വാക്ക്വേ എന്ന സ്ഥലത്താണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഈ ഏരിയ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിത് അങ്ങേറ്റത് എൻഡിലായിട്ട് ഞങ്ങൾ നടുക്ക് വന്നിട്ട് ഈ കക്കയുടെ ഒരെണ്ണം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പഴയ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. അടിപൊളി ഏരിയ ഉണ്ട്. അതായത് നോക്കിയേ, നല്ല വാക്ക്വേ ഒരു അടുത്തേക്കൊന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇവിടെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതൊരുപാട് കുറച്ച് പ്രശ്നങ്ങളാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. കുറേ കാര്യങ്ങൾ ആൾക്കാരോട് ചോദിച്ചും അറിഞ്ഞുമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഒരു വാക്ക്വേ ആണ് ശരിക്കും. അത് എങ്ങനെ നടക്കുക ആൾക്കാർക്ക്. അത് എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെ നല്ല ഭംഗിയില്ലേ? വസുവിൻ്റെ സ്കൂളിലെ ഹാറ്റ് ഉണ്ട്. കാണിച്ച് സ്കൂളിൻ്റെ ഹാറ്റ് കാണിച്ച് കണ്ടോ? ഈ എഴുതി വെച്ചാണ് കണ്ടോ? ഇതെന്താ എഴുതിക്കണേ? ഇത് കണ്ടോ? പോയിൻറ്റ് ഷെവ്ലാർ എന്ന് പറഞ്ഞ ഇതാണ്. പക്ഷേ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ശരിക്കും മൗറി വംശജരാണ് ഇവിടെ ശരിക്കുള്ള. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്, റഗി മട്ടാറാവു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഇതെന്നാണ് അർത്ഥം എന്നാണെന്നറിയില്ല. ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗര്യകളാണ്. അത് കഴിഞ്ഞിട്ടാണ് കിവീസ് വന്നേക്കുന്നത്. ഇവിടെ കിവീസ് എന്നാണ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടുകാരാണ്. നമ്മുടെ ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യാണ്. അപ്പോൾ അവരായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി അനുസരിച്ച് അവരുടെ ഭാഷയെയും അവരുടെ കൾച്ചറിനെയും ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഇവിടെ നിന്ന് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കുറച്ച് നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് വരുത്താൻ വേണ്ടി അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു വാക്ക്വേയാണ്. ഇപ്പം ഞങ്ങളത് ഇങ്ങനെ ഈ പാർക്കിൽ എന്നും വരാറുണ്ട്. പക്ഷേ ഇത് കൂടെ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഏരിയ ആണ്. ഇതുണ്ട് ഈ വീടുകളൊക്കെ ഉണ്ടായി കണ്ടോ. ഇങ്ങനെ നമുക്ക് മോർണിംഗ് ടൈമിലൊക്കെ വാക്ക് ചെയ്യാൻ പറ്റിയ കുറേ ഏരിയകൾ ഇവിടെ ഉണ്ട് കേട്ടോ.
ഉള്ളിൽ കണ്ടത്. ഇവിടെ നമുക്ക് നേരെ കടലിലേക്ക് ഇറങ്ങാം. നമ്മുടെ സീയുടെ ഒരു ഏരിയ ആണ്. അപ്പോൾ സീയുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി നടക്കാം. ഇതാണ്ടാ സൈഡിൽ വരാം. ഇവിടെ പറഞ്ഞാൽ ഇതൊരു കണക്റ്റഡ് ഏരിയ ആണ്. ഇതാ സൂപ്പറല്ല ഹൗസു, എങ്ങനെയുണ്ട്? അടിപൊളി. കണ്ട കിടക്കണം, കണ്ട ഇതിവിടെ കക്ക കിടക്കണം. കക്ക കണ്ട ദേവസു, കക്ക കണ്ട. ഓ ഷെൽസ് കണ്ട കണ്ട. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടം വരെ വന്നു. ദേ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എല്ലാം കണക്റ്റഡാണ് ഈ വാക്ക് കേട്ടോ, എല്ലായിടത്തും കൂടെ. അപ്പോൾ ഫ്രണ്ട്സ് അതെ നമ്മളിപ്പോൾ പോയിട്ട് വന്നതാണ് അവിടെ നിന്ന്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, സീ യു.